ഹലോ ചാച്ചപ്പ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഡ്രൈവിങ്ങിലാണ്. മുല്ലക്കൽ ചിറപ്പായിരുന്നോ അതോ തൃശ്ശൂർ പൂരമായിരുന്നോ? എവിടെ? നിന്റെ ബോഡിയില്. ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ, പൂരാണെങ്കിൽ ചറപറ പൊട്ടും. പൂരമായിരുന്നു. ആ അപ്പൊ ചറപറ പൊട്ടി അല്ലേ? ലൈറ്റ് ആയിട്ട്. ഗോപ, എന്നാലും അവരെ മാന്യന്മാരാടാ. മാന്യന്മാരാ? ആ തെണ്ടികളാ. ആ നിന്റെ കയ്യും കാലും എടുത്തില്ലല്ലോ അവര്. അത് ശരിയാ. പ്രിയപ്പെട്ട പള്ളിത്തെരുവ് നിവാസികളെ, കുട്ടനാട് ചുറ്റും വെള്ളം, കുടിക്കാൻ വെള്ളമില്ല എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കവലക്കൽ പുതിയച്ഛന്റെ പടയിറങ്ങിട്ടുണ്ടേ. എന്നെ ഇടിക്കാനാ? അല്ലടാ ജാഥ. കുട്ടനാട്ടിൽ കുടിവെള്ളം എത്തിക്കുക. പദയാത്ര എന്ന് പറഞ്ഞിട്ട് നടന്നാണല്ലോ വന്നത്. കവലയ്ക്കാ മാറിക്കോ, വണ്ടിക്ക് ബ്രേക്കില്ല. അഭിവാദ്യങ്ങളെല്ലാം കൊന്നേനല്ലോടാ. ലാൽസലല്ല ചേച്ചി. കുട്ടനാട് മുഴുവൻ കുടിവെള്ളം കിട്ടാതെ മരിക്കും. പക്ഷെ അതിനു മുമ്പ് നീ നാട്ടുകാരെ തല്ലുകൊണ്ട് മരിക്കും. ശാപത്തെ കുത്തല്ല കുര്യച്ച. വായിലെ വെള്ളം വറ്റിക്കാതെ കുടിവെള്ളം വരുത്തു കുരിയച്ച. എന്നാലും എന്റെ ഗോപ, ഗിയർ മാറ്റല്ലേ. ദേ ആർക്കിട്ടായാലും ഒരടിയെങ്കിൽ നീ തിരിച്ചു കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂടാ. സുശീല, വണ്ടി എടുക്കടാ. ലീല ചേച്ചി, ആ പദയാത്ര ഒന്ന് പൊക്കിയേ. ഈ വാഹനജാഥ ഒന്ന് പോയിക്കോട്ടെ. അടിയുടെ ഇടിയുടെ മുമ്പിൽ പതറില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചക്കാട്ടുതറയിൽ ബോബനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനജാഥയാണ് ഈ പദയാത്രക്ക് നടുവിലൂടെ നീങ്ങുന്നത്. പോടം മരമാക്രികള്. ഇനി പിള്ളേരുടെ കയ്യിൽ നിന്നും കിട്ടണായിരിക്കും. ക്ലാസ് ഇല്ലേ മക്കളെ? ആ ചാണ്ടിയുടെ മക്കളാ. എടാ, നിനക്ക് തല്ല് മേടിച്ചെന്ന സ്പോൺസർ ഇവിടെ ഇരിപ്പുണ്ടട്ടാ. അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ? അതറിയില്ല, പല്ല് തേക്കണുണ്ട്. ആ പുതിയ ശീലമൊക്കെ തുടങ്ങി. പുന്നാരം മോൻ തല്ലും മേടിച്ചു വരുന്നുണ്ട്. പൂവണ കേട്ടാൽ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന പോലെയാണ്. ഇനി റെസ്റ്റ് എടുക്കാം. ആദ്യം ഒരു കട്ടൻ എടുക്കാൻ പറ. നമസ്കാരം. ജീവൻ ഉണ്ടോടാ സുശീല? ഫ്രഷാ, ഇപ്പൊ കിട്ടിയതാ. എന്നാ പിന്നെ തിണ്ണയിലോട്ട് എടുത്ത് വെച്ചേക്ക്. എന്നെ കൊണ്ട് ഇപ്പൊ പിടിക്കാനും വലിക്കാനും ഒന്നും വയ്യ. വേണ്ട, ശരിക്കും കൊണ്ടോടാ. അവന്മാരടിച്ച് പരിപ്പിളക്കിട്ടുണ്ട്. അതെടുത്ത് കറി വെച്ചാ മതി. ഉച്ചക്ക് ചോറിന് കൂട്ടാ. ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടെ ഇല്ലാതാവുമല്ലോ എന്റെ കന്നട്ട ഭഗവതി. വാ, വന്ന് കുളിച്ച് വല്ലതും കഴിക്കാം. നീ ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും. ആരടാ നിന്നെ തല്ലിയത്? പറഞ്ഞു കൊടുക്കടാ. മൂന്നും കൂടെ മൂക്കുമുട്ട തിന്നും വെച്ചേ ഏമ്പക്കം വിട്ട് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. പുഞ്ചേരി എല്ലിനിടെ കയറുന്ന സമയമാ. അമ്മയൊന്നും ഉണ്ടായിരുന്നു. എന്നതാടാ നിന്റെ നാക്ക് വരെ അടിച്ചോടിച്ചോ? ആരാന്ന് വെച്ചാ പറയടാ. പറഞ്ഞിട്ട് എന്നാത്തിനാ? ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ. കിട്ടിയ തല്ലും പോരാ, കയ്യിലെ കാശ് കൊടുക്കളേണ്ട കാര്യമില്ലല്ലോ. നീ വാ, നല്ല ചൂടുവെള്ളത്തിൽ അമ്മ ഇച്ചിരി എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഓ, കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര്. നീർക്കെട്ട് മാറട്ടെ. എടാ, നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ. ഉവ്വ, ഇവനെ അടുക്കളക്കകത്ത് ഇരുത്തിയാലേ മൂന്നും കൂടെ പട്ടിണി കിടന്ന് ചാവും. അത് മറക്കണ്ട. ഗോവാ, വണ്ടി ഞാനും ഇറങ്ങണേ. നീ എവിടെയെങ്കിലും പോയി നിരങ്ങ്. 6 അടി പൊക്കം, വിരിഞ്ഞ നെഞ്ച്, കൊഴുത്ത ശരീരം. ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോ നിന്റെ പരിപ്പെടുത്ത് കറി വെക്കണോ? ഇവരെപ്പോഴത്തെ പരിപ്പിന്റെ പറയാൻ പോണത്? ചേഞ്ച് ചെയ്ത് പയറാക്കിക്കൂടെ?